ഓണത്തിന് 1,00,000 തൊഴിൽ എന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി വടകര മുനിസിപ്പാലിറ്റി സംഘടിപ്പിക്കുന്ന വിജ്ഞാന കേരളം മെഗാ തൊഴിൽമേള സെപ്റ്റംബർ 13 ടൗൺ ഹാളിൽ നടക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണത്തിന് 1,00,000 തൊഴിൽ എന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി വടകര നഗരസഭ വിജ്ഞാന കേരളം മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് 13 ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി മുൻ MLA-യും വ്യവസായിയുമായ VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്യും. ULCCS ചെയർമാൻ രമേശൻ പാലേരി മുഖ്യാതിഥിയാവും. കേരളത്തിന് അകത്തും പുറത്തുമുള്ള കമ്പനികൾക്കൊപ്പം വടകര മേഖലയിലെ വിവിധ സ്ഥാപനങ്ങളും മേളയുടെ ഭാഗമാകും. വൻകിട കമ്പനികളുടെ അഭിമുഖങ്ങൾ വെർച്വലായും നടക്കും. 1500-ലധികം തൊഴിലവസരങ്ങൾ മേളയിലുണ്ടാകും. DWMS രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവർക്ക് മുനിസിപ്പൽ ഓഫീസിലെ ജോബ് സ്റ്റേഷനുമായി ബന്ധപ്പെടാം. ഇതിനായി വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പ്രത്യേക കൗണ്ടർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വടകര നഗരസഭയ്ക്ക് പുറത്തുള്ളവർക്കും രജിസ്റ്റർ ചെയ്യാമെന്നും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ KP ബിന്ദു പറഞ്ഞു. തൊഴിലില്ലാത്ത തൊഴിലന്വേഷകർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന സംസ്ഥാന സർക്കാരിന്റെ ബൃഹത്തായ ഒരു പദ്ധതിയാണ് വിജ്ഞാന കേരളം പദ്ധതി. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നമുക്ക് ഓണത്തിന് 1,00,000 പേർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടേക്ക് പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക സർക്കാരിലൂടെ ഇത്തരത്തിലേക്ക് വൻകിട കമ്പനികളെ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലെ എല്ലാ കമ്പനികളെയും ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചുകൊണ്ട് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നേടിക്കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താനാണ് പ്രാദേശിക സർക്കാരിലേക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വടകര നഗരസഭയുടെ തൊഴിൽ മേള ഈ വരുന്ന സെപ്റ്റംബർ 13 വടകര ടൗൺ ഹാളിൽ വെച്ച് ചേരുകയാണ്. നമ്മൾ DWMS പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്ത തൊഴിൽ അന്വേഷകർക്കാണ് ഈ ഒരു മേളയിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭ്യമാകുന്നത്. ഈ ഒരു രജിസ്ട്രേഷൻ നടപടി വടകര നഗരസഭയിൽ പ്രവർത്തിക്കുന്ന ജോബ് സ്റ്റേഷൻ വഴി രജിസ്ട്രേഷൻ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നാളെയും മറ്റന്നാളുമായിട്ട് ഈ ഒരു അവസരം ജോബ് സ്റ്റേഷൻ വഴി ഉണ്ടാകും. അത് മാത്രമല്ല, അതായത് സ്പോട്ട് രജിസ്ട്രേഷൻ എന്ന രീതിയിലേക്ക് വടകര ടൗൺ ഹാളിൽ വെച്ച് രജിസ്ട്രേഷൻ നടപടിയും ഉണ്ടായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം 3000-ഓളം പേര് ഈ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് കേരളത്തിനകത്തും പുറത്തുമുള്ള വൻകിട കമ്പനികൾ വെർച്വലായിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും ഇവിടെ അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടി എത്തിച്ചേരുമ്പോൾ അത്തരത്തിലേക്കുള്ള അവസരങ്ങൾ ഉദ്യോഗാർത്ഥികൾ കാണാതെ, അതായത് നമുക്ക് ഇന്ന് അഭ്യസ്തവിദ്യരായ ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അത്തരത്തിലേക്കുള്ള എല്ലാ ആളുകളെയും സഹായിക്കുക എന്നുള്ളതാണ് വിജ്ഞാന കേരളം ലക്ഷ്യമാക്കുന്നത്.